ഹലോ വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ BA സോഷ്യോളജിക്കാരുടെ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ്. ഫസ്റ്റ് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. മാത്രമല്ല, നമ്മൾ ഈ സോഷ്യോളജി, അതായത് കുറേ പേര് നമ്മൾ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു കോഴ്സ് ഇട്ട സമയത്ത് കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോഷ്യോളജിയുടെ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി നമ്മുടെ പേജിൽ വന്നിട്ടുണ്ട്, നമുക്ക് അവൈലബിൾ ആണ്. 99 റുപ്പീസാണ് മൊത്തമായിട്ട് വരണത്. അതായത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ മൊത്തത്തിലുള്ള ആൻസർ കീയും, പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതും എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളും അടങ്ങുന്ന ഒരു കുറച്ച് പേജസിൻ്റെ, നിങ്ങൾക്ക് അത്യാവശ്യം ടൈമില്ല, ഇരിക്കാൻ സൗകര്യമില്ല, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, കൂടെ ഒരു പാരലൽ കോഴ്സ് എടുത്ത് പഠിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈമിൻ്റെ ഇഷ്യൂ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സായിരിക്കും ഇത്. 99 റുപ്പീസാണ് വരുന്നത്. ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലും നമ്പർ കൊടുത്തേക്കാം, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡിഫൈൻ സോഷ്യൽ ചേഞ്ച്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് മലയാളത്തിലുള്ള PDF ഉണ്ട്, അതേപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള PDF ഉണ്ട്. കുറേ പേര് മലയാളത്തിലാണ് എക്സാം എഴുതണത് എന്നാണ് അറിഞ്ഞത്. അപ്പോൾ മലയാളത്തിൽ വേണ്ടവർക്ക് മലയാളത്തിലുള്ള PDF ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ വേണ്ടവർക്ക് ഇംഗ്ലീഷിലുള്ള PDF ഉണ്ട്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സാണ് വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കുള്ള ഒരു ക്ലാസ്സാണ് വരുന്നത്. ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഇതുവരെയും മലയാളത്തിൽ ലഭിക്കും എന്നുള്ള ഒരു അറിവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്രാവശ്യവും മലയാളത്തിലല്ല, ഇംഗ്ലീഷിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. നിങ്ങൾക്ക് മലയാളത്തിൽ ആൻസർ എഴുതാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടേംസൊക്കെ അറിഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ ടേംസ് ഏതൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. കാരണം ഇംഗ്ലീഷ് ടേമും മലയാളം ടേമും നല്ല വ്യത്യാസം വരും. നിങ്ങൾക്കത് ഏതാണെന്നുള്ളത് മനസ്സിലായിക്കൊള്ളണം എന്നില്ല, നിങ്ങൾ ഒരു പക്ഷേ പഠിച്ചു പോയ ടോപ്പിക് ആണെങ്കിൽ കൂടി. അപ്പോൾ അത് മാർക്ക് ഒരിക്കലും മിസ് ചെയ്യരുതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യനും മലയാളത്തിലുള്ള ആൻസറും അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതല്ല, ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യന് തന്നെയാണ്, ഇംഗ്ലീഷിലുള്ള ആൻസർ തന്നെയാണ് വേണ്ടത് എന്നുണ്ടെങ്കിലും അതിൻ്റെയും PDF നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർ ഒന്ന് കോൺടാക്ട് ചെയ്തേക്കാം. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് സോഷ്യൽ ചേഞ്ച്. ഡിഫൈൻ സോഷ്യൽ ചേഞ്ച്. ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പ്ലെയിൻ ചെയ്യുക. സോഷ്യൽ ചേഞ്ച് എന്താണെന്ന് പറയുക. സാമൂഹിക മാറ്റം അല്ലേ? അതായത് മനുഷ്യൻ്റെ ഇടപെടലുകളിലൂടെ അല്ലെങ്കിൽ സമ്പർക്കത്തിലൂടെയുള്ള അല്ലെങ്കിൽ ബന്ധങ്ങളിലൂടെയൊക്കെ മനുഷ്യൻ മാറുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ചേഞ്ച്. ചേഞ്ച് എന്ന് വെച്ചാൽ തന്നെ എന്താണ്? മാറുക അല്ലേ? സോഷ്യൽ ചേഞ്ച്, സാമൂഹിക മാറ്റം എന്ന് പറയണത്. ഇനി വാട്ട് ഈസ് വെർട്ടിക്കൽ മൊബിലിറ്റി? വെർട്ടിക്കൽ മൊബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ സാമൂഹിക അല്ലെങ്കിൽ സാമ്പത്തിക ശ്രേണി എന്ന് പറയുമല്ലോ, സോഷ്യോ ഇക്കണോമിക് സ്കെയിൽ എന്ന് പറയും. അതിൽ മുകളിലോട്ടോ താഴേക്കോ അല്ലെങ്കിൽ അപ്പ് ഓർ ഡൗൺ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയണത്? ഈ വെർട്ടിക്കൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ തന്നെ അപ്പ് ഓർ ഡൗൺ, അല്ലെങ്കിൽ ഈ ഒരു ലൈന് അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെർട്ടിക്കൽ എന്ന് പറയണത് അല്ലേ? അപ്പോൾ എന്തിലുള്ള വെർട്ടിക്കൽ മൊബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് സോഷ്യോളജിയിൽ വെർട്ടിക്കൽ മൊബിലിറ്റി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്താണ്? മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ മൂവ്മെൻറ്റ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ മൊബിലിറ്റി മൂവ്മെൻറ്റിനെ റിലേറ്റ് ചെയ്യുന്നു. വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ അപ്പ് ആൻഡ് ഡൗണിനെ റിലേറ്റ് ചെയ്യുന്നു. അപ്പോൾ സാമ്പത്തിക ശ്രേണിയിൽ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഈ വെർട്ടിക്കൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ദി ഫീലിംഗ് ദാറ്റ് വൺസ് ഓൺ കൾച്ചർ ഇസ് സുപ്പീരിയർ ടു അതേഴ്സ്. അതായത് മറ്റുള്ളവരുടേനേക്കാളും എൻ്റെ കൾച്ചറാണ്, അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന, എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് വലുത്, മറ്റുള്ളവരുടെ എല്ലാം എന്താണ്? തെറ്റായ കാര്യങ്ങളാണ്, ഞാനാണ് ശരി എന്നുള്ള ആ ഒരു തോന്നലുണ്ടല്ലോ, ആ ഒരു തോന്നലിനെ നമ്മൾ എന്താണ് വിളിക്കുക? ആ ഒരു ഫീലിങ്ങിനെ നമ്മൾ എന്താണ് വിളിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് വിളിക്കുക? എത്നോസെൻട്രിസം. ഇതിൻ്റെ ഒക്കെ ആൻസേഴ്സ് നമ്മുടെ ആൻസർ കീയിൽ അവൈലബിൾ ആണ്, മലയാളത്തിലും ഇംഗ്ലീഷിലും അവൈലബിൾ ആണ് കേട്ടോ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? ഡിഫൈൻ ഡീവിയൻസ്. ഡീവിയൻസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ എന്താ ആലോചിക്കുക? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഭയങ്കര ഡീവിയേറ്റ് ആയി പോകണു എന്നൊക്കെ പറയില്ലേ, നമ്മൾ ശ്രദ്ധ പോകണു അല്ലെങ്കിൽ ഡീവിയേഷൻ വരുന്നു എന്നൊക്കെ പറയില്ലേ, അതൊന്ന് ആലോചിക്കുക. അത് എന്തിൽ കൊണ്ടുവരിക? ഈ സോഷ്യോളജിയിൽ കൊണ്ടുവരിക. അപ്പോൾ അതെന്താവും? സോഷ്യോളജിയിലുള്ള അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള സാമൂഹികപരമായിട്ടുള്ള എന്തായിട്ട് മാറും? ഡീവിയൻസ് ആയിട്ട് മാറും. ഡീവിയൻസിൻ്റെ മലയാളം ഇപ്പം എന്താണ്? വ്യതിചലനം എന്ന് പറയില്ലേ നമ്മൾ. സാമൂഹിക വ്യതിചലനം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കാം സമൂഹത്തിൽ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള, അതായത് എവിടെയും എഴുതി വെക്കാത്ത കുറേ നിയമങ്ങളുണ്ടാവും, സമൂഹത്തിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള നിയമങ്ങളുണ്ടാവും. അപ്പോൾ നമ്മുടെ വീട്ടിലിരുന്ന് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് നമ്മുടെ സ്വഭാവം സമൂഹത്തിലൊരു പൊതുസദസ്സിൽ പോയിട്ട് കാണിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ തീരുമാനിക്കുന്ന കുറേ അതിരുകളുണ്ട് സമൂഹത്തിന്. അതേപോലെ തന്നെ കുറേ മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളും ആ അതിരുകളൊക്കെ മറികടന്ന് ആ മൂല്യങ്ങളുടെ ലംഘനം എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതിനെയാണ് എന്തെന്ന് പറയണത്, ഡീവിയൻസ് എന്ന് പറയണത്. ഓക്കെ, ഇനി 5th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹൈപ്പോഗമി? ഹൈപ്പോ എന്ന് വെച്ചിട്ട് നിങ്ങൾ ഇത് ആലോചിക്കാം. അതായത് നമ്മൾ ഈ ഹൈപ്പർ മാർക്കറ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ ഈ ഹൈപ്പർ മാർക്കറ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, വലുത് അല്ലെങ്കിൽ അതിനേക്കാളും വലുത് എന്നുള്ള രീതിക്കാണ് ഹൈപ്പർ മാർക്കറ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഹൈപ്പർ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് ഹൈപ്പോ എന്നുള്ളത്. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നേരെ വിപരീതം അല്ലേ. അപ്പോൾ ഹൈപ്പറിൻ്റെ ഓപ്പോസിറ്റ് ഹൈപ്പോ. അപ്പോൾ ഹൈപ്പോ എന്ന് പറയുമ്പോൾ എന്താണ്, ചെറുത് അല്ലെങ്കിൽ താഴ്ന്ന എന്നുള്ള രീതിക്കാണ് നമ്മൾ ഹൈപ്പോ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹൈപ്പോഗമി എന്ന് പറഞ്ഞാലോ, അതായത് പണ്ട് കാലത്തുള്ള സ്ത്രീകൾ, പണ്ട് കാലത്തുള്ള കുറേ അധികം സിസ്റ്റംസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ സ്ത്രീകൾ താഴ്ന്ന സമൂഹ പദവി അല്ലെങ്കിൽ ജാതിയുള്ള പുരുഷന്മാരെ കല്യാണം കഴിക്കുക, സ്ത്രീകൾ അവരെക്കാളും താഴ്ന്ന ജാതിയുള്ളവരെ അല്ലെങ്കിൽ സാമൂഹിക പദവിയുള്ളവരിനെയോ കല്യാണം കഴിക്കുന്നതാണ് എന്തെന്ന് പറയണത്, നമ്മുടെ ഹൈപ്പോഗമി അഥവാ പ്രതിലോമ വിവാഹം എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ ഈ ഹൈപ്പോഗമി എന്താണെന്നുള്ളതാണ് നിങ്ങളോട് ചോദിക്കുക, അല്ലാതെ അതിൻ്റെ മലയാളമായിട്ടുള്ള പ്രതിലോമ വിവാഹം എന്താണെന്നുള്ള നിങ്ങളോട് ചോദിക്കുക. അപ്പോൾ അതിനാണ് ഈ ഹൈപ്പോഗമി എന്നുള്ള വാക്ക് പഠിക്കാൻ വേണ്ടി പറയണത്. മനസ്സിലായോ? അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ പഠിച്ചു വെച്ചത് മലയാളം ടേമിൽ നിങ്ങൾ പഠിച്ചു വെച്ചത് എന്തായിരിക്കും, പ്രതിലോമ വിവാഹം എന്നായിരിക്കും. പക്ഷേ ക്വസ്റ്റ്യൻ വരുന്നത് എന്തായിരിക്കും, ഹൈപ്പോഗമി എന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി എന്താണ്, നെയിം എനി 2 കിൻഷിപ്പ് യൂസേജസ്. അതായത് കിൻഷിപ്പ് യൂസേജസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 ബന്ധങ്ങളാണ്. ഇപ്പോൾ നമുക്ക് അറിയുന്ന 2 ബന്ധങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് നമ്മുടെ അച്ഛനുമായിട്ടുള്ള ബന്ധം, അതായത് രക്തബന്ധം എന്ന് പറയും അല്ലേ, അമ്മയുമായിട്ടുള്ള ബന്ധം രക്തബന്ധം എന്ന് പറയും. ഇനി അച്ഛനും അമ്മയും എങ്ങനെയായിരിക്കും, രക്തബന്ധമാണോ? അല്ല, വിവാഹബന്ധമാണ് അല്ലേ. അങ്ങനെ ആലോചിച്ചാൽ മതി. 2 ബന്ധങ്ങളാണ്, അതായത് 2 കിൻഷിപ്പ് യൂസേജസ് ആണുള്ളത്. ഒന്ന് വിവാഹബന്ധവും ഒന്ന് എന്താണ്, രക്തബന്ധവുമാണ്. ഓക്കെ, വിവാഹബന്ധം എന്ന് പറയുമ്പോൾ എന്ത് വരും, എഫിനിറ്റി വരും അല്ലേ. ഇനി സോഷ്യൽ റോൾ എന്താണ്, അതായത് സോഷ്യൽ റോൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് 7th ക്വസ്റ്റ്യൻ. അതായത് ഇപ്പോൾ ഒരു പ്രത്യേക പദവിയിൽ ഇരിക്കുന്ന ഒരാൾ, ഒരു പേഴ്സൺ, ആ പേഴ്സണിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിക്കുള്ള സാമൂഹിക മാറ്റങ്ങൾ, സാമൂഹിക ഇടപെടലുകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിക്കുള്ള അദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങൾ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, സോഷ്യൽ റോൾ എന്ന് പറയുന്നത്. ഒരു പ്രത്യേക പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി 8th ക്വസ്റ്റ്യൻ എന്താണ്, സോഷ്യോളജി. അതായത് ഓഗസ്റ്റ് കോംറ്റെ എന്ന് പറയുന്ന വ്യക്തി സോഷ്യോളജിക്ക് നൽകിയിരിക്കുന്ന ഫസ്റ്റ് നെയിം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ പഠിക്കുന്ന സോഷ്യോളജി എന്ന് പറയുന്ന ടേം അല്ലായിരുന്നു ഓഗസ്റ്റ് കൊടുത്തിട്ടുള്ള ഫസ്റ്റ് സോഷ്യോളജിക്കുള്ള ടേം എന്ന് പറയുന്നത്. അതെന്തായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതെന്തായിരുന്നു, സോഷ്യൽ ഫിസിക്സ് എന്നായിരുന്നു അല്ലേ, സോഷ്യൽ ഫിസിക്സ്. ഓക്കെ, ഇനി 9th വൺ, നെയിം ദി പ്രോസസ് through which individual internalize the norms, values and behaviors of the society. അതായത് സമൂഹത്തിൽ കുറേയധികം മൂല്യങ്ങളുണ്ടാവും അല്ലെങ്കിൽ മാനദണ്ഡങ്ങളുണ്ടാവും, പെരുമാറ്റ രീതികളുണ്ടാവും. ഇതിനെയെല്ലാം എന്ത് ചെയ്തിരിക്കുന്നു, ആ ഒരു ഇൻറ്റേർണലൈസ് ചെയ്തിരിക്കുന്ന പ്രോസസ്സ് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്, സോഷ്യലൈസേഷൻ. അതായത് സാമൂഹിക മാറ്റം അല്ലെങ്കിൽ സാമൂഹികമായിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ നോംസ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്, മാനദണ്ഡങ്ങൾ അല്ലേ. മാനദണ്ഡങ്ങളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോംസ് എന്ന് പറയുന്നത്. വാല്യൂസ് എന്താണ്, നമ്മുടെ മൂല്യങ്ങൾ, സമൂഹത്തിൽ നമ്മൾ അർപ്പിക്കേണ്ട കുറേയധികം മൂല്യങ്ങളുണ്ടാവും. ബിഹേവിയർ എന്താണ്, നമ്മുടെ പെരുമാറ്റങ്ങൾ അല്ലേ. ഇങ്ങനെ ഓരോ വാക്കും എടുത്തെടുത്ത് പറയണത് നമ്മുടെ കോഴ്സിലുള്ള പലരും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്കും കൂടി മനസ്സിലാവുന്ന രീതിക്കാണ് നമ്മുടെ ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഇംഗ്ലീഷിൽ അറിയുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ കുറച്ചും കൂടിയും എഡ്യൂക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഭയങ്കര ലാഗായിട്ട് തോന്നിയേക്കാം. പക്ഷേ നമ്മുടെ ക്ലാസ് കാണുന്ന കുറേ അധികം പേരും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്കും കൂടിയും വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണത്, ഓരോ വേർഡും പറയുന്നത് കേട്ടോ. ഇനി 10th വൺ എന്താണ്, ഡിഫൈൻ പ്രൈമറി കൈൻ. അതായത് പ്രൈമറി കൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ രക്തബന്ധങ്ങൾ. നമ്മൾ എന്ത് രക്തബന്ധം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും എന്നുള്ള രീതിക്കൊക്കെ നമ്മൾ ചിലരിങ്ങനെ പറയണേക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിക്കുക. ഫസ്റ്റ് പ്രൈമറി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ഫസ്റ്റ് അല്ലേ. പ്രൈമറി കൈൻ എന്ന് പറയുമ്പോൾ
രക്തബന്ധമാണ്. രക്തബന്ധങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, പല സമൂഹം എന്നല്ല, നമ്മുടെ സമൂഹങ്ങൾ ഉത്ഭവിക്കുന്നത് എന്തിൽ നിന്നാണ്, രക്തബന്ധങ്ങളിൽ നിന്നാണ് അല്ലെ. ഫാമിലിയാണ് പ്രൈമറി ആയിട്ടുള്ള ഒരു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൈമറി ഏജൻസി എന്ന് പറയുന്നത്. അത് നമുക്ക് വഴിയെ പഠിക്കാനുണ്ട്. പ്രൈമറി ഏജൻസി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഫാമിലിയാണ് അല്ലേ. അപ്പോൾ ഫാമിലിയിൽ നിന്നും എന്താണ്, രക്തബന്ധങ്ങളാണ് നമ്മുടെ പ്രൈമറി എന്ന് പറയുന്നത്. അഥവാ എന്താണ് നമ്മൾ പറയും കോൺസിഗ്യൂനസ് എന്ന് പറയില്ലേ. അപ്പോൾ പ്രൈമറി കിട്ടി നമുക്ക്. ഇനി എന്താണ്, ഇതെല്ലാം എന്താണ് നിങ്ങളുടെ സെക്ഷൻ എയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്കാണ്, 1 മാർക്ക് വീതമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ 1 മാർക്കിൻ്റെ എന്നല്ല, ഏത് ക്വസ്റ്റ്യൻ ആയാലും അറ്റംപ്റ്റ് ചെയ്യാതെ ഒരു ക്വസ്റ്റ്യനും വിടരുത്, ഒരു ക്വസ്റ്റ്യനും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ അതിനോട് റിലേറ്റ് ചെയ്ത് എന്തറിയാമെന്നുണ്ടെങ്കിലും, ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് തെറ്റാണോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും നിങ്ങളത് എഴുതി വെക്കുക. കാരണം എന്താണ്, നമുക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല. നിങ്ങളൊരു തെറ്റുത്തരം എഴുതി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മാർക്ക് അതിൽ നിന്ന് കിട്ടിയ മാർക്കിൽ നിന്ന് കുറയ്ക്കാനൊന്നും പോണില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ അതായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്ത് നിങ്ങൾക്കറിയാം അത് നിങ്ങൾ വൃത്തിയിൽ എന്ത് ചെയ്യാം, എഴുതി വെക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 1/2 മാർക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ധാരാളമായി. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഇനി സെക്ഷൻ ബിയിൽ ഏതെങ്കിലും 6 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അറ്റൻഡ് ചെയ്താൽ മതി. അതിൽ ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാണ് വരുന്നത്. ഓക്കെ, ഇനി 11th ക്വസ്റ്റ്യൻ എന്താണ്, ഡിഫറൻഷിയേറ്റ് ഫോർമൽ സോഷ്യൽ കൺട്രോൾ ആൻഡ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ. ഫോർമൽ സോഷ്യൽ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ ഔപചാരികമായി എന്നൊക്കെ പറയില്ലേ. അതായത് ഇപ്പോൾ കോടതികൾ ഉണ്ടാവാം, പല രീതിക്കുള്ള നിയമങ്ങൾ ഉണ്ടാവാം, പോലീസ് ഉണ്ടാവാം. അങ്ങനെ ഔപചാരികമായിട്ടുള്ള സോഷ്യൽ കൺട്രോൾ, സാമൂഹികം, അതായത് കുറേ അധികം തെറ്റുകുറ്റങ്ങൾ നടക്കുന്ന സമയത്ത് നമുക്കതൊന്നും കണ്ടില്ല എന്ന് അടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെ തടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, ഔപചാരികമായ ഇങ്ങനെ കോടതി, അതേപോലെ പോലീസ് നിയമങ്ങൾ, അങ്ങനെയുള്ള ഫോർമലായിട്ടുള്ള, നമ്മൾ ഈ ഫോർമൽ ഇൻഫോർമൽ എന്നൊക്കെ പറയില്ലേ. ഫോർമൽ എന്ന് വെച്ചാൽ എന്താണ്, ഔപചാരികമായ. അപ്പോൾ ഫോർമലായിട്ടുള്ള അങ്ങനെയുള്ള കേസിനെയാണ് നമ്മൾ എന്ത് പറയുക, അങ്ങനെയുള്ള സോഷ്യൽ കൺട്രോളിനെയാണ് നമ്മൾ എന്ത് പറയണത്, ഈ ഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയണത്. ഓക്കെ, ഔപചാരികമായിട്ടുള്ള സോഷ്യൽ കൺട്രോൾ. ഇനി ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ ആണെങ്കിലോ, നമുക്ക് എവിടെയും എഴുതി വെക്കാത്ത നിയമങ്ങളെന്ന് പറയില്ല, നമ്മൾ ഒരു സമൂഹത്തിൽ പാലിക്കേണ്ടതായിട്ടുള്ള, നമുക്ക് ചെറുത് മുതലേ നമ്മളെ ഫീഡ് ചെയ്ത് വെക്കുന്ന, എന്നാൽ ഒരു സ്ഥലത്ത് പോലും ഇങ്ങനെ നിയമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള നിയമങ്ങളാണ്. നമ്മുടെ പെരുമാറ്റ രീതികളുണ്ടാവും, നമ്മളൊരു പൊതു സദസ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെരുമാറുന്ന രീതികളുണ്ടാവും, അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട്. ഇപ്പോൾ നമ്മൾ ഒരു മരിച്ച വീട്ടിലേക്ക് കയറി ചെല്ലണ സമയത്ത് അതേ ഒരു രീതി ആയിരിക്കില്ല നമ്മളൊരു ഏതെങ്കിലും ഫംഗ്ഷന് പോകുന്ന സമയത്ത്, അല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും ബർത്ത്ഡേ ഫംഗ്ഷൻ എന്തെങ്കിലും പോകുന്ന സമയത്ത്. ഇത് രണ്ടും സെയിം ആയിരിക്കില്ല, രണ്ടിനും രണ്ടിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. നമ്മുടെ പെരുമാറ്റത്തിലും ആ വ്യത്യാസങ്ങൾ കാണണം. ഇത് എവിടെയും എഴുതി വെച്ച് ഈ നിയമങ്ങൾ പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കോടതി കയറ്റും, അങ്ങനെ എവിടെയും എഴുതി വെച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള സമൂഹത്തിലുള്ള കുറച്ചധികം ഇൻഫോർമൽ ആയിട്ടുള്ള നിയമങ്ങളുണ്ടാവും. അങ്ങനെയുള്ള നിയമങ്ങളെയാണ് നമ്മൾ എന്ത് പറയണത്, ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയണത്. ഓക്കെ, ഇനി 12th ക്വസ്റ്റ്യൻ എന്താണ്, ഡിഫൈൻ കോൺസെങ്ക്യൂനസ് കിൻഷിപ്പ്. ഇത് നമ്മൾ പറഞ്ഞതാണ് അല്ലേ. കോൺസെങ്ക്യൂനസ് എന്നുള്ള വാക്ക് നിങ്ങൾ ഓർത്തു വെക്കണം. മലയാളത്തിൽ എക്സാം എഴുതുന്നവരായാൽ പോലും നിങ്ങൾ ഓർത്തു വെക്കണം കേട്ടോ. കോൺസെങ്ക്യൂനസ് എന്നുള്ള വാക്ക്, അതിൻ്റെ സ്പെല്ലിങ് നിങ്ങൾക്ക് കറക്റ്റ് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ ആ വാക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, രക്തബന്ധത്വം അല്ലേ. രക്തബന്ധത്തിനെയാണ് ഈ കോൺസെങ്ക്യൂനസ് എന്നുള്ള വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. രക്തബന്ധം ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ നമുക്കറിയാം, പക്ഷേ ഈ ഒരു വാക്ക് കേട്ടാൽ നിങ്ങൾ അവിടെ സ്റ്റെക്കായി പോകരുത്. അതിന് വേണ്ടിയിട്ടാണ് പ്രത്യേകം പറയണത് കേട്ടോ. രക്തബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് അച്ഛനിൽ നിന്ന് കിട്ടുന്നത്, അമ്മയിൽ നിന്ന് കിട്ടുന്നത്, അങ്ങനെയുള്ള രക്തബന്ധമാണ്. അമ്മയും അച്ഛനും തമ്മിലുള്ളത് എന്തായിരിക്കും, വിവാഹബന്ധമായിരിക്കും അല്ലേ. അവർ തമ്മിൽ രക്തബന്ധമല്ല, അവർ തമ്മിൽ വിവാഹബന്ധമാണ്. അപ്പോൾ 2 ടൈപ്പ് നമ്മൾ കിൻഷിപ്പ് പറഞ്ഞു നേരത്തെ തന്നെ, വിവാഹബന്ധവും അതേപോലെ തന്നെ രക്തബന്ധവും. അതിൽ ഒന്നാണ് അങ്ങനെയുള്ള ഒരു കിൻഷിപ്പാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ കോൺസെങ്ക്യൂനസ് കിൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺസെങ്ക്യൂനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രക്തബന്ധത്തെയാണ്. രക്തബന്ധം എങ്ങനെ വരുന്നു എന്നുള്ളതും എഴുതി വെക്കുക. അമ്മയിൽ നിന്ന് മകനിലേക്ക്, അച്ഛനിൽ നിന്ന് മകളിലേക്ക് വരുന്നതെല്ലാം എന്താണ്, രക്തബന്ധമാണ്. ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയണ എക്സാമ്പിളും എന്ത് ചെയ്യുക, എഴുതി വെക്കാനായിട്ട് നോക്കാം കേട്ടോ. ഇനി 13th വൺ, വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്, അതായത് സീറൈറ്റ് മിൽസ് എന്ന് പറയുന്ന ഒരാൾ 1959 നമ്മൾ ഈ
ഓരോ ആൾക്കാരുടെയും ജീവിത സാഹചര്യങ്ങൾ, അവരുടെ ബയോഗ്രഫിയും അതേപോലെ തന്നെ ഹിസ്റ്ററിയും സൊസൈറ്റിയിൽ വളർന്നു വന്നിട്ടുള്ള അല്ലെങ്കിൽ സൊസൈറ്റിയിൽ പൊതുവായിട്ട് നടന്നിരുന്ന ഹിസ്റ്ററി ഉണ്ടാകും, അവർ ജീവിച്ച് വളർന്ന ജീവിത സാഹചര്യങ്ങളുണ്ടാവും. ഇതെല്ലാം തമ്മിൽ കണക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇതെല്ലാം തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വ്യക്തികളെ പ്രാപ്തമാക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹിസ്റ്ററി സമൂഹത്തിനുണ്ട് എന്നുള്ളതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വ്യക്തികളെ പ്രാപ്തമാക്കുന്ന, അതായത് സി റൈറ്റ് മിൽസൺ 1959 കൊണ്ടുവന്നിരിക്കുന്നതാണ് എന്തെന്ന് പറയണത്, സോഷ്യോളജി ഇമാജിനേഷൻ എന്ന് പറയണത്, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയണത് കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഓരോ വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ഏത് വർഷമാണ് എന്നുള്ളതും ഓർത്ത് വയ്ക്കണം കേട്ടോ നിർബന്ധമായിട്ടും. ഇനി ഡിഫൈൻ കമ്മ്യൂണിറ്റി സെൻറ്റിമെൻറ്റ്. കമ്മ്യൂണിറ്റി സെൻറ്റിമെൻറ്റ് എന്നതിലൂടെ കൂട്ടായ്മ ബോധം, അതായത് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ഒരു കൂട്ടായ്മയാണ് അല്ലെ. കമ്മ്യൂണിറ്റി സെൻറ്റിമെൻറ്റ് എന്ന് പറയുമ്പോൾ കൂട്ടായ്മ ബോധം, അതായത് ഒരേ ജീവിത രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കുള്ള ഐക്യബോധം അല്ലെങ്കിൽ അവരുടെ പരസ്പരമായിട്ടുള്ള സഹകരണം അല്ലെങ്കിൽ സമാനത, ഇതൊക്കെ എന്തിൻ്റെ സവിശേഷതകളാണ്, ഈ കമ്മ്യൂണിറ്റി സെൻറ്റിമെൻറ്റിൻ്റെ സവിശേഷതകളാണ്, അഥവാ കൂട്ടായ്മ ബോധത്തിൻ്റെ സവിശേഷതകളാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കാം. ഇനി 15th one, ഡിഫറൻഷിയേറ്റ് മെറ്റീരിയൽ കൾച്ചർ ആൻഡ് നോൺ മെറ്റീരിയൽ കൾച്ചർ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. 5 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കാനുള്ള ചാൻസിന്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ഫോർമൽ സോഷ്യൽ കൺട്രോളും ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളും, ഒന്നും അതിൻ്റെ ഓപ്പോസിറ്റും വെച്ചിട്ട് 2 മാർക്സിനോ 5 മാർക്സിനോ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, മെറ്റീരിയൽ കൾച്ചർ ആൻഡ് നോൺ മെറ്റീരിയൽ കൾച്ചർ. അപ്പോൾ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുമ്പോൾ എന്ത് വരും, ഭൗതിക സംസ്കാരം അല്ലേ, അതായത് ഭൗതികമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാവും അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകൾ ഉണ്ടാവും. അതൊക്കെ എന്താണ്, വേഗത്തിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്, ഏറ്റവും വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഭൗതിക സംസ്കാരം അഥവാ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുന്നത്. ഇനി നോൺ മെറ്റീരിയൽ കൾച്ചർ ആണെന്നുണ്ടെങ്കിൽ അഭൗതിക സംസ്കാരമാണ്, അതായത് കുറേ വിശ്വാസങ്ങൾ ഉണ്ടാവും, പണ്ട് മുതലേ തുടർച്ചയായിട്ട് നമ്മുടെ കൊണ്ടുവരുന്ന നമ്മുടെ പിൻകാല സമൂഹം കൊണ്ടുവരുന്നതായിട്ടുള്ള മൂല്യങ്ങളുണ്ടാവും, കുറേയധികം മാനദണ്ഡങ്ങൾ ഉണ്ടാവും അല്ലേ, നോംസും വാല്യൂസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്താ പറയണത്, നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയണത്. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള ബന്ധം ചോദിക്കുകയാണ്, അല്ലെങ്കിൽ അത് രണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ അത് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിലെന്താണോ ഉള്ളത് അത് മറ്റേതിലുണ്ടോ എന്നുള്ള കാര്യം കൂടിയും ചർച്ച ചെയ്യണം കേട്ടോ. ഇനി 16th one, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ സർക്കുലേഷൻ ഓഫ് എലൈറ്റ്സ്. സർക്കുലേഷൻ ഓഫ് എലൈറ്റ്സ് എന്ന് പറയുന്നത് വിൽഫ്രഡിൻ്റെ ഒരു സിദ്ധാന്തമാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൽ വിവിധ തട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അദ്ദേഹം. ആ തട്ടുകളിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നത് ആരാണോ, അതായത് ഉന്നത കുലജാതർക്കിടയിലുള്ള ഒരു അധികാരം, ആ ഒരു അധികാരം അവരുടെ ഇടയിൽ തന്നെ ഇങ്ങനെ കൈമാറി പോയിക്കൊണ്ടിരിക്കുകയാണ്, ഉന്നതർക്കിടയിൽ തന്നെ കൈമാറി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിക്കുള്ള ഒരു സിദ്ധാന്തമാണ് അദ്ദേഹത്തിൻ്റെ, ആരുടെ, വിൽഫ്രഡിൻ്റെ സർക്കുലേഷൻ ഓഫ് എലൈറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ആരാണ് കൊണ്ടുവന്നത്, അത് എന്ത് സിദ്ധാന്തമാണ്, എന്താണ് അത് എക്സ്പ്ലെയിൻ ചെയ്യണത്, ഇത്രയും കാര്യങ്ങളാണ് ആ ക്വസ്റ്റ്യനിൽ ഓർത്തിരിക്കേണ്ടത്. ഇനി ഡിഫൈൻ എൻഡോഗമി. എൻഡോഗമി എന്നുള്ള വാക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ എന്ന് ഓർത്ത് വെക്കുക. കാരണം എന്താണ്, അതായത് സ്വജാതി വിവാഹം, അതായത് സ്വന്തം ജാതിയിലോ ഗോത്രത്തിലോ ഉള്ള ആൾക്കാരെ കല്യാണം കഴിക്കുന്നത്, വിവാഹം കഴിക്കുന്നതാണ് എൻഡോഗമി എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ എന്ത് പഠിച്ചു, ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ എന്ത് വന്നു, ഹൈപ്പോഗമി വന്നു അല്ലേ. ഹൈപ്പോഗമി എന്താണ്, ഹൈപ്പോ എന്ന് വെച്ചാൽ തന്നെ എന്താണ്, താഴെ എന്നാണ്. അപ്പോൾ സ്ത്രീകൾ അവരുടെ ജാതിയേക്കാൾ അല്ലെങ്കിൽ അവരുടെ സാമൂഹിക പദവിയേക്കാളും താഴ്ന്ന പുരുഷന്മാരെ കല്യാണം കഴിക്കുന്നതാണ് എന്ത്, പ്രതിലോമ വിവാഹം അല്ലെങ്കിൽ ഹൈപ്പോഗമി എന്ന് പറയണത്. അപ്പോൾ എൻഡോഗമി എന്താണ്, എൻ്റെ എന്ന് ആലോചിക്കുക. എൻ്റെ എന്ന് വെച്ചാൽ എന്താണ്, സ്വന്തം എൻ്റെ എന്നുള്ള രീതിക്ക് ആലോചിക്കുക. അപ്പോൾ എന്താണ്, സ്വന്തം ജാതിക്കോ അല്ലെങ്കിൽ ഗോത്രത്തിനോ ഉള്ളിലുള്ള സ്വജാതി വിവാഹം എന്ന് പറയും അല്ലേ. അപ്പോൾ അങ്ങനെ ഉള്ളിലുള്ള ആളുകളെ തന്നെ കല്യാണം കഴിക്കുന്നതാണ് എന്തെന്ന് പറയണത്, എൻഡോഗമി എന്ന് പറയണത് അല്ലേ. ഓക്കെ, ഇനി 18th one എന്താണ്, ഡിഫൈൻ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആൻഡ് ഗീവ് 2 എക്സാമ്പിൾസ്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ എക്സാമ്പിൾസ് എന്ന് ചോദിച്ച് വരുന്ന ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ എക്സാമ്പിൾസ് കൃത്യമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെക്കാൻ നോക്കുക. അതായത് 18th ക്വസ്റ്റ്യന് 18th നമ്പർ ഇട്ടിട്ട് നിങ്ങൾ എന്താണ് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് എഴുതുക, അതിൻ്റെ താഴെ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം എടുത്ത് എഴുതണം. അല്ലാതെ നിങ്ങൾ ഒരു പാരഗ്രാഫിൽ തന്നെ ഈ എക്സാമ്പിൾസ് എല്ലാം കൂട്ടിക്കലർത്തി എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് കണ്ടോളണം എന്നില്ല എക്സാമിനർ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതാണോ ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ എക്സാമ്പിൾസ് ചോദിച്ചിട്ടുണ്ട്
ഉണ്ട് എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള താഴെ ഒരു ഹെഡിങ്ങിൽ തന്നെ എക്സാമ്പിൾ എന്ന് എഴുതിയിട്ട് വേണം നിങ്ങളത് കൃത്യമായിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി അസ്ക്രിപ്റ്റ് സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഇല്ലാണ്ട് നമ്മളറിയാതെ അല്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യാണ്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് എന്ന് എന്ത് അസ്ക്രിപ്റ്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ജന്മനാ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളുണ്ടാവും. നമ്മുടെ യാതൊരു വ്യക്തിഗത പെരുമാറ്റം അല്ലെങ്കിൽ യാതൊരു വ്യക്തിഗത ഇൻവോൾവ്മെൻറ്റും അതിൽ ഉണ്ടാവണമെന്നില്ല. നമ്മൾ ആരോപിക്കപ്പെട്ട പദവി എന്നൊക്കെ പറയില്ലേ, അതായത് ഒരു ശ്രമവും ഇല്ലാതെ നമുക്ക് കിട്ടുന്ന നമ്മുടെ ജെൻഡർ അല്ലേ, ലിംഗഭേദം ഒക്കെ അങ്ങനെ കിട്ടുന്നതാണ്. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് അത് എഴുതി വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ രാജാക്കന്മാർ, കുറേ രാജാക്കന്മാർ അവരുടെ മക്കൾക്ക് എന്ത് നൽകുന്നു, ഈ രാജ്യം കൈമാറുന്നു എന്നൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഭരണം കൈമാറുന്നു. അതൊന്നും ഈ ജനിക്കുന്ന മകൻ എന്ത് ചെയ്യുന്നില്ല, അതിൽ ഇൻവോൾവ് ആവുന്നില്ല. ജനിക്കുന്നതിന് മുന്നേ തന്നെ അവനാണ് ഈ ഒരു സാമ്രാജ്യം അല്ലെങ്കിൽ അവനാണ് ഈ ഒരു ഭരണം എന്നുള്ളത് നിശ്ചയിക്കപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യാതൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ലാതെ എന്ത് ചെയ്യാണ്, കിട്ടുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അതിന് 2 എക്സാമ്പിൾസും എന്ത് ചെയ്യുക, എഴുതി വയ്ക്കാനായിട്ട് നോക്കാം കേട്ടോ. ഇനി 19th വൺ, സൈക്ലിക്കൽ തിയറീസ് ഓഫ് സോഷ്യൽ ചേഞ്ച്. സൈക്ലിക്കൽ തിയറീസ് ഓഫ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് ഈ മനുഷ്യ സമൂഹത്തിൽ, നമ്മുടെ മനുഷ്യരടങ്ങിയിട്ടുള്ള ഈ സമൂഹങ്ങളിൽ വളർച്ചകളും ഉണ്ടാവും, അതേപോലെ തന്നെ തകർച്ചകളും ഉണ്ടാവും. രണ്ടിൻ്റെയും ഒരു തകർച്ചയാണ്. അല്ലാതെ ഒരു സമൂഹം വളർന്നുകൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു സമൂഹം തകർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈമിന് എന്ത് ചെയ്തിട്ടുണ്ടാവും, തകർച്ച ഉണ്ടാവും അല്ലെങ്കിൽ വളർച്ച ഉണ്ടാവും. അതല്ലാതെ ഒരു ഗ്രാഫ് ഇങ്ങനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സമൂഹത്തിൻ്റെ ഗ്രാഫ് ഇങ്ങനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേലോട്ട് മാത്രമായിട്ട് അല്ലെങ്കിൽ താഴോട്ട് മാത്രമായിട്ടുള്ള ഒരു ഗ്രാഫില്ല, അതിങ്ങനെ കയറി ഇറങ്ങിയിരിക്കും. ഓക്കെ, അപ്പോൾ സൈക്ലിക്കൽ ചേഞ്ച് എന്നാണ് നമ്മൾ അതിനെ പറയുക. അതായത് വളർച്ചകളും തകർച്ചകളും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൈക്ലിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്, സൈക്ലിക്കൽ തിയറീസ് എന്ന് പറയുന്നത്. അതിലൊരു തിയറിയാണ് നമ്മൾ നേരത്തെ 2 മാർക്സിനോ 1 മാർക്സിനോ നമുക്ക് ക്വസ്റ്റ്യൻ വന്നില്ലേ, സർക്കുലേഷൻ ഓഫ് എലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വിൽഫ്രെഡിൻ്റെ, അതായത് ഉന്നതർക്കിടയിലുള്ള ആ ഒരു സർക്കുലേഷൻ, അവർ തന്നെ ഭരണം കൈമാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയണത്, സർക്കുലേഷൻ ഓഫ് എലൈറ്റ്സ് എന്ന് പറയണത്. അത് ആരുടെയാണ്, വിൽഫ്രെഡിൻ്റെ ഒരു സിദ്ധാന്തമാണ് അല്ലേ. ഇനി നെക്സ്റ്റ് വൺ എന്താണ്, ഡെസ്റ്റിനി ഓഫ് സിവിലൈസേഷൻ. അതായത് നാഗരികതകൾ എന്ന് പറയില്ലേ നമ്മൾ, അത് ആരുടെയാണ് വരുന്നത്, സിവിലൈസേഷൻ ഡെസ്റ്റിനി എന്നുള്ള ആ ഒരു തിയറി അല്ലെങ്കിൽ ആ ഒരു സിദ്ധാന്തം വരുന്നത് ആരുടെയാണ്, ഓസ്വേർഡിൻ്റെയാണ്. ഓക്കെ, അത് ഇങ്ങനെ ഓരോ സിദ്ധാന്തം ആരുടെയാണ്, ഇയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇയർ കൂടി അങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പഠിച്ചു പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ക്ലാസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ കൂടി നിങ്ങളുടെ കയ്യിൽ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടായിരിക്കണം. വെറുതെ ഇങ്ങനെ മൊബൈൽ തുറന്നു വെച്ചൊരു ക്ലാസ് കണ്ടു എന്നുള്ളതിനേക്കാളും ഒരു ഷോർട്ട് നോട്ടിൽ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ഒപ്പം എഴുതി പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളിപ്പോൾ എന്തെങ്കിലും പണികൾ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ക്ലാസ് ഓണാക്കി വെച്ചോളൂ, കുഴപ്പമില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് നിങ്ങളൊരു ഷോർട്ട് നോട്ടിലെടുത്ത് എഴുതി നോക്കണം കേട്ടോ, എന്നാലാണ് നിങ്ങൾക്കത് മനസ്സിൽ നിൽക്കുകയുള്ളൂ. ഇതിപ്പോൾ ഒരു ഷോർട്ട് ടേം മെമ്മറി ആയിട്ട് അങ്ങനെ കിടക്കുകയുള്ളൂ. എക്സാമിന് നിങ്ങൾക്ക് ഓർമ്മ വരണം എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകേണ്ടത് തന്നെയുണ്ട്. ഓക്കെ, ഇനി ഇതിൽ തന്നെ സർക്കുലേഷൻ ഓഫ് തിയറീസിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സോഷ്യൽ ചേഞ്ചിൻ്റെ സർക്കുലേഷൻ ഓഫ് തിയറീസിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ആൾക്കാരുടെ, അതായത് സൊസൈറ്റി എങ്ങനെയാണ് പരിസ്ഥിതിയോടും അതേപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും, അതിനോടൊക്കെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ള രീതിക്കുള്ള തിയറീസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 19th ക്വസ്റ്റ്യനിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഡിസ്കസ് ദി നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതായത് സോഷ്യോളജീൻ്റെ സ്കോപ്പ് എന്താണ്, അതേപോലെ തന്നെ നേച്ചർ എന്താണ്. ഇപ്പോൾ നമുക്ക് സാമൂഹികമായിട്ടുള്ള ഒരു സമൂഹത്തെക്കുറിച്ചിട്ടുള്ളൊരു ശാസ്ത്രീയമായിട്ടുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത്. അത് പല ഗ്രൂപ്പുകളിലൂടെ അല്ലെങ്കിൽ പല പല സ്ഥാപനങ്ങളിലൂടെ നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള ആ ഒരു പഠനമാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഷ്യോളജി എന്ന് പറയുന്നത്. ഈ സോഷ്യോളജി തന്നെ പ്യുവർ ഉണ്ട്, അതേപോലെ തന്നെ എംപയറിക്കൽ, 2 ശാസ്ത്രങ്ങളായിട്ട് പ്യുവർ ആൻഡ് എംപയറിക്കൽ എന്നാണ് നമ്മൾ സവിശേഷിപ്പിക്കുന്നത്. ഇനി അതിൽ എന്താണ്, ഈ സോഷ്യോളജി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് അല്ലേ, വ്യാപ്തി വളരെ വലുതാണ് എന്നുള്ള ഇങ്ങനെ കുട്ടി പോയിന്റ്സ് ഉണ്ടാവില്ല. അത് എക്സാമിന് വരുന്ന രീതിക്കുള്ള കുട്ടി പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. എന്നിട്ട് പിന്നെ നിങ്ങൾക്കത് പാരഗ്രാഫിലാണോ എഴുതാൻ, നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് കൺവീനിയൻ്റ് എന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. അതല്ല പോയിൻ്റായിട്ട് എഴുതണമെങ്കിൽ പോയിൻ്റായിട്ട് എഴുതാം. പക്ഷേ നിങ്ങളെപ്പോഴും പോയിൻ്റ് നമ്മൾ ഓർത്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോരോ പാരഗ്രാഫായിട്ട് കാണാതെ ഇങ്ങനെ പഠിച്ച് പോകാതെ ഇങ്ങനെ കുട്ടി പോയിൻ്റായിട്ട് പഠിച്ച് വയ്ക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു നമ്മുടെ ഇൻഡിവിജ്വലിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അല്ലെങ്കിൽ വ്യക്തിഗത പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ സമൂഹം ടോട്ടലായിട്ട് നമ്മൾ വികസിപ്പിക്കുന്ന അല്ലെങ്കിൽ ടോട്ടലായിട്ടുള്ള നമ്മുടെ ഇടപെടലുകളെല്ലാം എന്തിൽ വരും, സോഷ്യോളജിയിൽ വരും അല്ലേ. ഇനി 21 നോക്കിയേ, ഡിഫൈൻ
കമ്മ്യൂണിറ്റി ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. കമ്മ്യൂണിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, കമ്മ്യൂണിറ്റി കൂട്ടായ്മ ബോധം എന്താണ്, നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ള ബോധം അല്ലേ. നമ്മൾ കുറേ മൂല്യങ്ങളുണ്ടാകും, കുറേ നോംസ് ആൻഡ് വാല്യൂസ് എന്ന് നമ്മൾ പറയും. അതെല്ലാം പരസ്പരം പങ്കിട്ട് പരസ്പരം സഹായിച്ച് സഹകരിച്ച് എല്ലാം ഒന്നാണ്, നമ്മളെല്ലാവരും ഒന്നാണ്. സൊസൈറ്റി നമുക്ക് ബിൽഡ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു, ഇപ്പോൾ നമ്മൾ ഈ വാട്സപ്പ് കമ്മ്യൂണിറ്റി എന്നൊക്കെ കേട്ടിട്ടില്ലേ, അപ്പോൾ നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ വളർച്ച ഉണ്ടാവണം എന്ന ചിന്തയോട് കൂടിയിട്ട് കൂട്ടായ്മ ബോധത്തോട് കൂടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അല്ലേ. ഇനി 22 ഡിസ്കസ് ദി ഫങ്ഷൻസ് ഓഫ് ഫാമിലി. ഇത് നിങ്ങൾക്ക് പഠിച്ചില്ല എന്നുണ്ടെങ്കിലും എഴുതാൻ പറ്റുന്ന ഒന്നായിരിക്കും നിങ്ങൾ വിചാരിക്കും. പക്ഷേ ആ സമയത്തായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, പോയിൻറ്റ്സ് കിട്ടാതിരിക്കുക. നമുക്ക് എഴുതാൻ എന്തെങ്കിലും വേണമല്ലോ, നമുക്ക് അറിയാം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ആ പേപ്പറിൽ നമ്മളത് എഴുതി വെക്കണം അല്ലേ, എഴുതി ഫലിപ്പിക്കണം എന്ന് പറയില്ലേ, അതേപോലെ. അപ്പോൾ അതിനുള്ള പോയിൻറ്റ്സൊക്കെ നമുക്ക് എങ്ങനെ എഴുതാം, നമ്മുടെ ഈ ഒരു മെയിൻ ഏജൻ്റാണ്, അതായത് സാമൂഹികവൽക്കരണത്തിൽ അല്ലെങ്കിൽ സാമൂഹിക ഘടന രൂപീകരിക്കുന്നതിൽ മെയിൻ ഏജൻ്റാണ് ഫാമിലി എന്ന് തന്നെ പറയാം. കാരണം എന്താണ്, നമ്മളെന്താണ് ചെറിയ ഒരു വയസ്സ് മുതലേ നമ്മൾ സ്കൂളിൽ പോകാനായിട്ട് തുടങ്ങണില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യാനായിട്ട് തുടങ്ങണില്ല. അപ്പോഴൊക്കെ നമ്മൾ പഠിക്കുന്നത് ആരിൽ നിന്നാണ്, നമ്മുടെ ഫാമിലിയിൽ നിന്നാണ്, നമ്മുടെ അച്ഛനും അമ്മയും പറഞ്ഞു തരുന്ന കാര്യങ്ങളിൽ നിന്നാണ്. ചെറുത് മുതലേ നമുക്ക് ഫീഡ് ചെയ്ത് തരുന്ന കാര്യങ്ങളിൽ നിന്നാണ്. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, സമൂഹത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നുള്ള രീതിക്കൊക്കെ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള കുറേ അധികം മര്യാദകളുണ്ടാകും. അപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കുന്നത് പ്രൈമറി ഏജൻ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഫാമിലിയാണ് അല്ലേ. അപ്പോൾ ഫാമിലീൻ്റെ ഫങ്ഷൻസ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമ്മുടെ വ്യക്തികളെ സാമൂഹികമായിട്ടുള്ള മാനദണ്ഡങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച് സഹായിക്കുന്നു, അല്ലെങ്കിൽ അത് രൂപപ്പെടുത്തുന്നു. ഒരു വ്യക്തിയെ, ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു ബയോളജിക്കൽ ആയിട്ട് കാണാതെ ആ വ്യക്തിയെ ഒരു സാമൂഹിക ജീവിയായിട്ട് മാറ്റുന്നതിൽ നമ്മളെപ്പോഴും പറയില്ലേ, മനുഷ്യനൊരു സാമൂഹിക ജീവിയാണെന്ന് പറയും. കാരണം ഇപ്പോൾ പല ആൾക്കാരുണ്ടാവും, ഞാൻ എന്തും മുഖത്ത് നോക്കി പറയും, എനിക്ക് ആരെയും പേടിയില്ല, എൻ്റെ ഒപ്പീനിയൻ എന്താണോ അതെല്ലാം ഞാൻ വെട്ടി തുറന്ന് പറയുമെന്ന് പറയും. അത് ഒരു രീതിക്ക് ചിന്തിച്ചാൽ അത് നല്ലതാണ് അങ്ങനെയുള്ള ആൾക്കാർ. പക്ഷെ മറ്റൊരു രീതിക്ക് ചിന്തിച്ചാൽ നമ്മുടെ പല വാക്കുകളും അല്ലെങ്കിൽ പല രീതിക്കുള്ള നമ്മുടെ പെരുമാറ്റങ്ങളും നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അങ്ങനെ നമ്മൾ ചെയ്യണ സമയത്ത് അത് മറ്റൊരാളെ എങ്ങനെ ബാധിക്കും എന്നതുകൂടിയും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു കടമയാണ്. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു സാമൂഹിക ജീവിയാണ്. നമ്മളെല്ലാം പറ്റിത്തോർന്ന് പറയും, നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം സപ്രസ് ചെയ്ത് ജീവിക്കണം എന്നല്ല പറയണത്. പക്ഷേ മറ്റൊരാൾക്ക് നമ്മൾ പറയുന്ന കാര്യം എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നതുകൂടി ചിന്തിക്കാനുള്ള ഒരു കഴിവ് കൂടി നമുക്ക് വേണം. കാരണം നമ്മളെന്താണ്, ഒരു സാമൂഹിക ജീവിയാണ് അല്ലേ. ഓക്കെ, ഇനി 23 എന്താണ്, ഡിഫറൻഷിയേറ്റ് പ്രൈമറി ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്. ഈ പ്രൈമറി ഗ്രൂപ്പും സെക്കൻഡറി ഗ്രൂപ്പും എന്ന് പറയുന്നത്, പ്രൈമറി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ഫസ്റ്റ് അല്ലേ, സെക്കൻഡറി എന്ന് പറയുമ്പോൾ എന്താണ്, സെക്കൻഡ്, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലി ഉണ്ടാവും, നമ്മുടെ നൈബേഴ്സ് ഉണ്ടാവും അല്ലേ, കുടുംബക്കാരും നാട്ടുകാരും വീട്ടുകാരും എന്നൊക്കെ പറയില്ലേ നമ്മൾ. അപ്പോൾ അവർ എന്താണ്, നമ്മൾ ഈ ഇപ്പോൾ ജോലിക്ക് കയറുന്ന സമയത്ത് അവിടെയുള്ള ആളുകളോട് നമ്മുടെ പെരുമാറ്റം പോലെ ആയിരിക്കില്ല നമ്മുടെ ഫാമിലിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത കുടുംബം എന്ന് പറയില്ല, ഏറ്റവും അടുത്ത നാട്ടുകാർ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധങ്ങൾ, ആ ബന്ധങ്ങളോട് നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ബന്ധങ്ങളെയാണ് ഫാമിലി ആൻഡ് നൈബേഴ്സ്. പ്രൈമറി ഗ്രൂപ്പിന് എക്സാമ്പിൾ പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഫാമിലി ആൻഡ് നൈബേഴ്സ്. അവരെ ആയിട്ടുള്ള ഒരു തീവ്രമായ സമ്പർക്കം ഉണ്ടാകും, അല്ലെങ്കിൽ വൈകാരിക ബന്ധങ്ങളൊക്കെ ഏറ്റവും കൂടുതലുള്ളത് ഈ പ്രൈമറി ഗ്രൂപ്പിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പ്രൈമറി ഗ്രൂപ്പിൽ എന്തൊക്കെ എഴുതാം, ഈ വൈകാരിക ബന്ധങ്ങൾ കൂടുതലാണ് എന്നുള്ളതും തീവ്രമായ സമ്പർക്കമുണ്ട് എന്നുള്ളതും, അതിന് എക്സാമ്പിളായിട്ട് ഫാമിലി ഉണ്ട്, നൈബേഴ്സ് ഉണ്ട്, ഏറ്റവും അടുത്ത ബന്ധങ്ങളാണ് എന്നുള്ളതും എല്ലാം പ്രൈമറി ഗ്രൂപ്പിൽ എഴുതാം. അപ്പോൾ സെക്കൻഡറി ഗ്രൂപ്പ് എന്തായിരിക്കും, നേരെ തിരിച്ചായിരിക്കും, അതൊരു ലാർജ് ഗ്രൂപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഫോർമൽ ആയിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറയില്ലേ, നമ്മൾ ഔപചാരികമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവിടെ എന്തായിരിക്കും, നമ്മുടെ വൈകാരിക ബന്ധങ്ങളൊക്കെ ഇതിനേക്കാളും, അതായത് പ്രൈമറി ഗ്രൂപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും എന്നുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇനി 24th ക്വസ്റ്റ്യൻ നോക്കി, എക്സാമിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ നോംസ്. സോഷ്യൽ നോംസ് എന്ന് പറയുമ്പോൾ എന്താണ്, മാനദണ്ഡങ്ങൾ അല്ലേ. ഇൻ ദി മെയിൻ്റനൻസ് ഓഫ് സോഷ്യൽ ഓർഡർ ആൻഡ് എഫിഷ്യൻറ്റ് ഫങ്ഷനിങ്. അതായത് എന്തൊക്കെ സോഷ്യൽ നോംസ്, എന്തൊക്കെ സാമൂഹിക മാനദണ്ഡങ്ങളാണ് അല്ലെങ്കിൽ നിയമങ്ങളാണ്, വാല്യൂസാണ്, മൂല്യങ്ങളാണ് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത്, ആൻഡ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. ഒരു സൊസൈറ്റി നല്ലപോലെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വളർച്ച കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിൽ ഈ പറയുന്ന
സോഷ്യൽ നോംസിലുള്ള സാമൂഹികമായിട്ടുള്ള മാനദണ്ഡങ്ങൾക്കുള്ള റോൾ എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് പലർക്കും അറിയാം അതൊക്കെ എന്താണ്, എഴുതപ്പെടാത്ത കുറേ അധികം നിയമങ്ങളാണ്, അത് എവിടെയും എഴുതി വെച്ചിട്ടില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ 2 ഫംഗ്ഷന് പോകുമ്പോഴും ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് പോകുന്ന പോലെയല്ല നമ്മൾ എന്ത് ചെയ്യുക, ഒരു മരിച്ച വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു മരണ ചടങ്ങിലേക്ക് പോവുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഴുതപ്പെടാത്ത കുറേ നിയമങ്ങളാണ്, അല്ലെങ്കിൽ എവിടെയും നിങ്ങൾ എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ ചില റീൽസിലൊക്കെ നിങ്ങൾ കാണുമായിരിക്കും, അല്ലെങ്കിൽ ചില ഷോർട്സിലൊക്കെ കാണുമായിരിക്കും എന്നുണ്ടെങ്കിലും നമ്മുടെ ഭരണഘടന പോലെ അതിന് എഴുതി വെച്ചിട്ടില്ല, ഇങ്ങനെ മരിച്ച വീട്ടിലേക്ക് പോകുന്നത് പോലെയല്ല പിറന്നാൾ ആഘോഷിക്കുന്ന വീട്ടിലേക്ക് പോകേണ്ടത് എന്നുള്ള ഒരു എഴുതി വെച്ചിട്ടില്ല. പക്ഷെ നമ്മളത് പാലിക്കേണ്ടതായിട്ടുള്ള കുറേ അധികം മാനദണ്ഡങ്ങളാണ് ശരിയായിട്ടുള്ള സാമൂഹിക പ്രവർത്തനത്തിന് വേണ്ടി. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലാസ് റൂം മാനേഴ്സൊക്കെ നമ്മൾ പറയും. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ കുറേ അധികം കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ യൂണിഫോം തന്നെ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, എല്ലാവരും ഒരേപോലെയാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പാവപ്പെട്ട കുട്ടികളുണ്ടാവും, പണക്കാരായിട്ടുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ ഡ്രസ്സസ് ഓരോ ദിവസം ഇട്ട് വരുമ്പോൾ ചിലപ്പോൾ ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ 2 ഡ്രസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ അവർക്കൊക്കെ എന്താണ്, അവർക്കൊക്കെ ഇങ്ങനെയുള്ള ഒരു ചിന്ത വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇക്വാലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒന്നാണ് എന്താ, യൂണിഫോം എന്ന് പറയുന്നത് അല്ലേ. ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ യൂണിഫോമാണ് ഇടുക. അപ്പോൾ യൂണിഫോം എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണെന്നുള്ളത്. ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. നിങ്ങൾക്ക് എഴുതാം ക്ലാസ് റൂം മാനേഴ്സ് എഴുതാം. ക്ലാസ് റൂമിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള കുറേ അധികം മര്യാദകളുണ്ട് അല്ലേ. നമുക്ക് തോന്നിയ സമയത്ത് എണീച്ച് പോകാനോ തോന്നിയ സമയത്ത് കയറി വരാനോ, അല്ലാന്നുണ്ടെങ്കിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പോയി എന്തെങ്കിലും ചെയ്യാനോ, അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ക്ലാസ് ആണ്, അതിൻ്റെ ഇടയിൽ ഇന്ന സമയം ബ്രേക്ക് ഉണ്ട്, ലഞ്ച് ബ്രേക്ക് ഉണ്ട്, അങ്ങനെ ഓരോ ക്ലാസ് റൂം മാനേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എഴുതാം, ഈ ഒരു 24th ക്വസ്റ്റ്യനിൽ എഴുതാം. പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലിമിറ്റ് ഉണ്ടാവും. ഈ ലിമിറ്റിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പെരുമാറണം, ഒരു പൊതു സദസ്സിൽ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് എവിടെയും എഴുതി വെച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മൾ ഫാമിലി പറഞ്ഞു തന്ന കാര്യങ്ങളിലൂടെ നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണോ, നമ്മുടെ സോഷ്യൽ നോംസിനെ പാലിച്ചു കൊണ്ടുപോകുന്നു അല്ലേ, മാനദണ്ഡങ്ങൾ പാലിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ പാലിച്ചാൽ മാത്രമാണ് ശരിയായിട്ടുള്ള ഒരു സാമൂഹിക ഇടപെടലുകൾ നമുക്ക് ലഭിക്കുള്ളൂ, അല്ലെങ്കിൽ സൊസൈറ്റി എന്ത് ചെയ്യുള്ളൂ, ബിൽഡ് ചെയ്യാനായിട്ട് സഹായിക്കുള്ളൂ എന്നുള്ളതും എഴുതി വയ്ക്കാവുന്നതാണ് കേട്ടോ. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, ബ്രീഫ്ലി ഡിസ്കസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇക്കണോമിക് സിസ്റ്റം. ഇതും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നിങ്ങൾക്ക് നോക്കാം, കാരണം ഇക്കണോമിക് സിസ്റ്റംസ് ഏതൊക്കെയാണെന്നുള്ളത് മെയിനായിട്ടും നിങ്ങൾ ഹെഡിങ്സ് പഠിച്ചു വയ്ക്കുക. ഹെഡിങ്സ് കയ്യിൽ വന്നാൽ തന്നെ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റുമ്പോൾ നോക്കിയേ, അഗ്രികൾച്ചറൽ ഇക്കണോമിക്സ് അല്ലേ, കാർഷിക സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയും നമ്മൾ. അപ്പോൾ ഈ അഗ്രികൾച്ചറൽ ഇക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്, കൃഷിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു പോയിന്റ് കിട്ടാണ് അല്ലേ. ഇനി നമ്മുടെ മൃഗങ്ങളെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ പ്രഭുക്കന്മാരുണ്ടാവും, അവർ ഭൂമിയുടെയും അതേപോലെ തന്നെ ഈ കർഷകരുടെയും മേലിൽ അധികാരം സ്ഥാപിക്കുന്നതിന് നമ്മൾ അത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. വാട്ട് ഈസ് ഫ്യൂഡലിസം എന്നുള്ളത് കേട്ടോ. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്ത് ഫ്യൂഡലിസം എന്താണ് എന്നുള്ളത്, അപ്പോൾ അതും നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഇൻഡസ്ട്രിയൽ ഇക്കണോമീസ് ഉണ്ടാവും അല്ലേ, വ്യവസായ സാമ്പത്തിക വ്യവസ്ഥ ഉണ്ടാവും. എന്താണ് അത്, അവിടെയൊക്കെ എന്താണ് വൻ തോതിലുള്ള ഒരു ഉൽപ്പാദനമാണ് അല്ലെങ്കിൽ തൊഴിലാണ് എന്ത് ചെയ്യണത്, സാധ്യമാക്കുന്നത് എന്നുള്ള രീതിക്ക്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഉണ്ട്, അതേപോലെ തന്നെ അഗ്രികൾച്ചർ ഉണ്ട്, ഫ്യൂഡലിസം ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ 25th ക്വസ്റ്റ്യനിൽ എഴുതി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഹെഡിങ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കേസിൽ അല്ലേ. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, എക്സ്പ്ലെയിൻ വേരിയസ് ഏജൻസീസ് ഓഫ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ. നേരത്തെ നോക്കിയേ ഫോർമൽ സോഷ്യൽ കൺട്രോളും ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നു, അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എഴുതാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നു അല്ലേ. ഇനി 26th ക്വസ്റ്റ്യൻ എടുത്ത് ചോദിച്ചിരിക്കുകയാണ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ മാത്രമായിട്ട്. ഓക്കെ, അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അതെന്നുള്ളത് മനസ്സിലാക്കണം. ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഒരു ഏരിയയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. 26th ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം, നമ്മുടെ കുടുംബം അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ അടുത്ത ബന്ധങ്ങൾ, സമൂഹത്തിലുള്ള അടുത്ത ബന്ധങ്ങൾ, നമ്മുടെ കുടുംബമായിക്കോട്ടെ, അയൽവക്കമായിക്കോട്ടെ, അല്ലെങ്കിൽ നാട്ടുകാർ, അങ്ങനെ എല്ലാം എന്തെഴുതാം, ഈ ഒരു ഏജൻസീസ്, ഇൻഫോർമൽ ആയിട്ടുള്ള ഏജൻസീസിൽ നമുക്ക് എഴുതാവുന്നതാണ്, അല്ലെങ്കിൽ ഇൻഫോർമൽ ആയിട്ടുള്ള സോഷ്യൽ കൺട്രോളിൽ നമുക്ക് എഴുതാവുന്നതാണ് എന്നുള്ളത് ഓർത്ത് വെക്കാം കേട്ടോ. ഇനി
27th ക്വസ്റ്റ്യൻ നോക്കിയേ. ഡിസ്കസ് ദി റോൾ ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഇൻ ദി ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യോളജി ആസ് എ സയൻസ്. ഫ്രഞ്ച് റെവല്യൂഷനും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും, ഈ രണ്ട് റെവല്യൂഷനും അഥവാ വിപ്ലവവും നമ്മൾ എഴുതുന്നതിന് മുന്നേ ആയിട്ട് സോഷ്യോളജി എവിടെയാണ് ഒറിജിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതും നമ്മൾ എഴുതണം. എവിടെയാണ്? യൂറോപ്പിലാണ് അല്ലേ? അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. യൂറോപ്പിലാണ് ഒറിജിൻ ഓഫ് സോഷ്യോളജി എന്നുള്ളത്. അതും 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. എവിടെയാണ് ഒറിജിൻ ഓഫ് സോഷ്യോളജി എന്നുള്ളത്, അപ്പോൾ എവിടെയാണ്? യൂറോപ്പിലാണ് എന്നുള്ളത് എഴുതുക. ആദ്യത്തെ പോയിന്റ് അത് എഴുതുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം? ഫ്രഞ്ച് വിപ്ലവം എഴുതുക അല്ലേ? ഫ്രഞ്ച് വിപ്ലവം എന്താണ്? സാമ്പത്തികമായിട്ടുള്ള തകർച്ചയെ തുടർന്നിട്ട് വലിയൊരു അരാജകത്വം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ട്വിൻ റെവല്യൂഷൻസ്, വ്യവസായ വിപ്ലവം വന്നു. വ്യവസായ വിപ്ലവത്തിൽ സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടുമുള്ള മാറ്റങ്ങൾ വന്നു. വലിയ രീതിക്ക് അത് മുന്നോട്ട് വരാൻ തുടങ്ങി. അതേപോലെ തന്നെ കുറേ ചിന്തകന്മാരുണ്ടാവും. അവരെല്ലാം എന്ത് ചെയ്യാണ്? ഇതിനെ പറ്റിയിട്ടൊരു ശാസ്ത്രീയ പഠനം തുടങ്ങുകയാണ്. ഇങ്ങനെ തകർന്നിരിക്കുന്ന സമയത്ത്, സാമ്പത്തിക തകർച്ച വളരെയധികം കൂടുതലായ സമയത്ത് വ്യവസായ വിപ്ലവം വരികയാണ്. അതിൽ നിന്ന് സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ആവാണ്, ഒരുപാട് മുന്നേറ്റങ്ങൾ വരികയാണ്. അപ്പോൾ അതിൽ നിന്നും ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ ചിന്തകന്മാർ ശാസ്ത്രീയമായിട്ടുള്ളൊരു പഠനം നടത്തുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു? ഫസ്റ്റ് നമ്മൾ സോഷ്യോളജി എന്ന ടേം വരുന്നതിന് മുന്നേ തന്നെ സോഷ്യൽ ഫിസിക്സ് എന്നുള്ള ടേം വന്നു. നമ്മുടെ സമൂഹത്തിൽ കുറേയധികം സ്ഥിരത കൊണ്ടുവരാനും അതേപോലെ തന്നെ ക്രമമെല്ലാം സ്ഥിരീകരിക്കാനും പുനഃസ്ഥാപിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ ഫിസിക്സ് എന്ന് പറയുന്ന ടേമിലൂടെ വന്നിട്ടുള്ള സോഷ്യോളജി രൂപപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതും ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഒറിജിൻ ഓഫ് സോഷ്യോളജിയിൽ ഈ ഫ്രഞ്ച് റെവല്യൂഷൻ്റെയും ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെയും പങ്ക് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് എല്ലാം ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി 28th ക്വസ്റ്റ്യൻ എന്താണ്? സോഷ്യലൈസേഷൻ ഇസ് ദി പ്രോസസ് വിച്ച് കൺവേർട്സ് ബയോളജിക്കൽ മാൻ ഇൻ ടു സോഷ്യൽ ബീയിങ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ബയോളജിക്കൽ മാനിനെ ഒരു സാമൂഹിക ജീവിയായിട്ട്, ഒരു സോഷ്യൽ ബീയിങ് ആയിട്ട് മാറ്റുന്നതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു സോഷ്യോളജി അല്ലെങ്കിൽ സമൂഹത്തിനുള്ളത്. കമന്റ് ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യലൈസേഷൻ ഇൻ സൊസൈറ്റി ആൻഡ് ഡിസ്കസ് വേരിയസ് ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ. ഡിഫറെൻറ്റ് ഏജൻസീസ് എന്തൊക്കെയാണെന്നല്ലേ? നമ്മുടെ കുടുംബം ഒരു ഏജൻസിയാണ്, നമ്മുടെ സ്കൂൾ ഒരു ഏജൻസിയാണ്, അതേപോലെ തന്നെ പിയർ ഗ്രൂപ്പ്സ് ഒക്കെ വരും. അതായത് ഒരേ പ്രായക്കാർ തമ്മിലുള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക? പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുക. അല്ല, അതേപോലെ തന്നെ കുറേയധികം മതസ്ഥാപനങ്ങൾ ഉണ്ടാവും, പിന്നെ അതേപോലെ മാധ്യമങ്ങളുണ്ടാവും, കുറേയധികം നിയമങ്ങളുണ്ടാവും. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഏജൻസീസിൽ സോഷ്യലൈസേഷൻ്റെ ഏജൻസീസ് ചോദിക്കുന്ന സമയത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പോയിന്റ്സ് ആണ്. അപ്പോൾ ഇതെല്ലാം എല്ലാം എഴുതിയതിൻ്റെ ശേഷം അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, പോയിന്റ്സ് എല്ലാം മെമ്മറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വലിയ പാടുണ്ടാവില്ല. അപ്പോൾ പോയിന്റ്സ് ആദ്യം എന്ത് ചെയ്യുക? മെമ്മറൈസ് ചെയ്യാനായിട്ട് നോക്കുക. ഇതെല്ലാം ഒരു ഷോർട്ട് നോട്ടിൽ എഴുതി വെക്കുക കേട്ടോ. ഇനി ഒരു വ്യക്തിയെ നമ്മൾ സൊസൈറ്റിയിലേക്ക് പറഞ്ഞു വിടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു വ്യക്തി സൊസൈറ്റിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് പാലിക്കേണ്ടതായിട്ടുള്ള കുറേയധികം മര്യാദകളുണ്ടാവും, മാനദണ്ഡങ്ങളുണ്ടാവും. ഇതെല്ലാം പാലിക്കാൻ വേണ്ടിയിട്ട് ഒരു ബയോളജിക്കൽ മനുഷ്യനെ ഒരു വ്യക്തിത്വം കൊണ്ടുവരികയാണ്, അതായത് സാമൂഹിക ജീവിയായിട്ട് മാറ്റുന്നത് ഈ ഒരു സോഷ്യലൈസേഷൻ ആണ് എന്നുള്ളതും ഓർത്ത് വയ്ക്കുക. ഇനി അഥവാ ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മര്യാദകളൊന്നും പാലിക്കാണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരെന്താണ്? സോഷ്യൽ ഡീവിയൻസ് അല്ലേ? അതും സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ളതിനേക്കാളും ഓരോ ഹെഡിങ്ങിൻ്റെ താഴെ കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ സോഷ്യൽ ഡീവിയൻസ് വരുന്നു, ഇതെല്ലാം പാലിക്കാണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വരുന്നു? സോഷ്യൽ ഡീവിയൻസ് വരുന്നു. അങ്ങനെ സമൂഹത്തിന് എന്താണ്? നമ്മുടെ തകർച്ച വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിക്ക് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ 28th ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഈ ഏജൻസീസ് മാത്രമല്ല, അതിലെന്ത് വരും? സോഷ്യൽ ഡീവിയൻസ് കൂടി വരും. ഈ ഏജൻസീസ് പറയുന്ന, അല്ലെങ്കിൽ ഈ കുടുംബം, സ്കൂൾ, പിയർ ഗ്രൂപ്പ്സ്, മതസ്ഥാപനങ്ങൾ, മാധ്യമങ്ങൾ, നിയമങ്ങൾ, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ ഒരു വ്യക്തിഗത മാറ്റങ്ങളിലേക്ക്, ഒരു മനുഷ്യനെ വ്യക്തിത്വമുള്ളതാക്കി മാറ്റുന്നതിൽ പങ്കെടുക്കുന്ന കുറേയധികം കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുറേയധികം കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ, കുറേ രീതിക്കുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടാവും. ഇതൊന്നും പാലിക്കാണ്ടാവുന്ന സമയത്ത് വരുന്ന ഒരു തെറ്റുകുറ്റങ്ങൾ വരുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് എന്തെന്ന് പറയുന്നത്? സോഷ്യൽ ഡീവിയൻസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഷ്യൽ ഡീവിയൻസ് എന്ന് പറയുന്നത് എന്നുള്ളത് കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഇനി 29th ക്വസ്റ്റ്യൻ, ഡിഫൈൻ സോഷ്യൽ ചേഞ്ച്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എന്തായിരുന്നു? സോഷ്യൽ ചേഞ്ച് എന്താണെന്നുള്ളതായിരുന്നു അല്ലേ? സോഷ്യൽ ചേഞ്ച് ആൻഡ് ഡിസ്കസ് ദി വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. എന്തൊക്കെ ഫാക്ടേഴ്സാണ് സോഷ്യൽ ചേഞ്ചിന് ഉണ്ടാകുന്നത് എന്നുള്ളത്. ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കാം? സോഷ്യൽ ചേഞ്ച് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കാം? ഇപ്പം നമ്മൾ മനുഷ്യൻ്റെ ഇടപെടലുകളിലൂടെ അല്ലാതെ ഭൗതികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. അതിൽ മനുഷ്യന് പങ്കുണ്ട്, എന്നാൽ പോലും ഭൗതികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും അല്ലേ? ഭൂമിശാസ്ത്രപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഭൂകമ്പങ്ങൾ, അതേപോലെ തന്നെ കുറേയധികം
ദുരന്തങ്ങൾ, അതൊക്കെ എന്താണ് ഈ ഭൗതികമായിട്ടുള്ള മാറ്റങ്ങളിലാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ സാംസ്കാരികമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും, സാങ്കേതികമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും, ജീവശാസ്ത്രപരമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? ഈ സോഷ്യൽ ചേഞ്ചസിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാവുന്നതാണ് അല്ലേ. അതിൽ തന്നെ സാങ്കേതികത്തിൽ തന്നെ എന്ത് വരും? ദീർഘകാലവും വരും, അതേപോലെ തന്നെ ആഗോള വ്യാപനവും വരും. ഇതെല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പോയിന്റ്സ് ആണ്. അപ്പോൾ ഒരു പോയിന്റിനെ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗങ്ങൾ അറിയാം, ഏതൊക്കെ പോയിന്റ്സ് അറിയാം, അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ടൈം മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ സമയം കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് ഇപ്പോൾ എസ്സേക്ക് കൊടുക്കുന്ന അതേ സമയം തന്നെ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ 5 മാർക്ക് ക്വസ്റ്റ്യനോ കൊടുക്കാതെ എസ്സേക്ക് കൊടുക്കുന്ന സമയം മാറ്റി വെച്ചിട്ട് പിന്നെ ബാക്കി എത്ര സമയമുണ്ടോ അതെല്ലാം ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ കൃത്യമായിട്ട് ടൈം മാനേജ് ചെയ്തിട്ട് എക്സാം എഴുതാൻ നോക്കുക. ലാസ്റ്റ് കൊണ്ട് നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ എഴുതാതെ, അതായത് സമയമില്ലാത്തത് കൊണ്ട് എഴുതാതിരിക്കേണ്ട ഒരു അവസ്ഥ വരരുത് കേട്ടോ. ഇനി 30ാമത്തെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് കമ്മ്യൂണിറ്റി. ഈ സൊസൈറ്റി ആയാലും കമ്മ്യൂണിറ്റി ആയാലും മനുഷ്യൻ്റെ ഒരു കൂട്ടായ്മ തന്നെയാണ് അല്ലേ. സൊസൈറ്റി ആയാലും കമ്മ്യൂണിറ്റി ആയാലും നമുക്കതിന് എന്ത് പറയാം? മനുഷ്യൻ്റെ കൂട്ടായ്മ തന്നെയാണ് എന്നുള്ള രീതിക്ക് പറയാം. പക്ഷേ സൊസൈറ്റിയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളുണ്ടാവും, പല രീതിക്കുള്ള സംഘടനകളുണ്ടാവും, ഒരു വലിയൊരു ശൃംഖലയാണ് അല്ലേ സൊസൈറ്റി എന്ന് പറയുന്നത്. നമ്മുടെ വ്യക്തിത്വം അതേപോലെ തന്നെ നമ്മുടെ പല രീതിക്കുള്ള ഒരു വിപുലമായിട്ട് കിടക്കുന്ന, വ്യാപകമായിട്ട് കിടക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് സൊസൈറ്റി എന്ന് പറയുന്നത്. പക്ഷേ കമ്മ്യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള പൊതുവായ ജീവിത രീതി അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ബോധം, കുറേ രീതിക്കുള്ള വൈവിധ്യങ്ങൾ നിറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടാവും കമ്മ്യൂണിറ്റിയിൽ. ഒരു വിശാലമായിട്ടുള്ള ഏരിയ ആണ് എന്തെന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. കൂടുതലും വ്യക്തമായിട്ടുള്ള ഒരു ഏരിയ ആണ് എന്തെന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടിനെയും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറയുന്ന സമയത്തും രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്തെഴുതാം? രണ്ടും എന്താണ്? മനുഷ്യൻ്റെ കൂട്ടായ്മയായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ടേംസ് ആണെന്നുള്ള രീതിക്ക് എഴുതാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സൊക്കെ നമ്മുടെ PDF-ൽ അവൈലബിൾ ആണ്. വേണം എന്നുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഇനിയിപ്പോൾ എന്നാണ് കാണുന്നത് എന്ന് അറിയില്ല, പക്ഷേ കുറച്ച് ദിവസം മാത്രമേ നമുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ എക്സാമിൻ്റെ തലേന്നാണ് നിങ്ങളിത് കാണുന്നത് എന്നുണ്ടെങ്കിൽ പോലും യൂസ്ഫുൾ ആവുന്ന രീതിക്കുള്ള ക്ലാസ്സും PDF-ഉം ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണത്. അപ്പോൾ വേണം എന്നുള്ളവർ എന്ത് ചെയ്യുക? കോൺടാക്റ്റ് ചെയ്തോളൂ. താഴെ നമ്പർ കൊടുത്തേക്കാം കേട്ടോ.